എടാ ഈ നേരം വിളക്കത്തിന് മുമ്പ് ഇവിടെ എവിടെ പോയി കിടക്കുവാടാ? ഈ നേരം വിളക്കത്തിന് മുമ്പ് പോകാൻ വേണ്ടി ഞാൻ കോടമഞ്ഞിനാണ് കല്യാണം കഴിച്ചത്. എന്റെ പൊന്നു ദൈവം തമ്പുരാനെ, ഇവിടെ ഒന്നും ഒരു ചൂടുവെള്ളം ഉണ്ടാക്കി തരാതെ ഇവിടെ എവിടെ പോയി കിടക്കുവാന്നുള്ളതാ. തപ്പി 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 എന്റെ ഊപ്പാട് തെറ്റി. നീട്ട് വരട്ടെ അവള്. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിയും ചുറ്റി മഞ്ഞൾ പ്രസാദം. എവിടെ പോയായിരുന്നു നീ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അമ്പലത്തിൽ പോയതല്ലേ? എനിക്ക് വേണ്ടി അമ്പലത്തിൽ പോ. നീ എന്താ ഡൂപ്പാന്ന് തോടി? ഓ, രാവിലെ തന്നെ നാക്കിൽ എണ്ണയും വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതല്ല പറഞ്ഞത്, രാവിലെ അമ്പലത്തിൽ പോയെന്ന് തൊഴുത്. ഇതെന്തുവാ? ഇത് പ്രസാദ്. എന്തിനാ? എന്തിനാന്നോ? നിങ്ങളുടെ തെറ്റി ഇങ്ങോട്ട് കാണിച്ചേ. എന്തിനാ? ഇതങ്ങോട്ട് തൊട്ട് തരാം. നിങ്ങൾ ആരോഗ്യവാനായിട്ടിരിക്കണം. എനിക്ക് ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോഴും മുറുക്കും മുഷ്ടി പോലാണ് 75ാമത്തെ വയസ്സിൽ ഞാൻ നിൽക്കുന്നത്. അതിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നിങ്ങൾ ആ നെറ്റി ഇങ്ങോട്ട് കാണിക്കാൻ, ഞാൻ തൊട്ട് തരാം. ആരോഗ്യമൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥന ഉണ്ടെങ്കിൽ നടക്കത്തു. ഒരു കുറി തൊട്ടതേ ഉള്ളു, അപ്പൊ ഉറി പോലെ കിടന്ന് ആടുന്നു. അതെന്താ സംഭവം അറിയോ? നീ എന്റെ തിലകസ്ഥാനത്താ തൊട്ടത്. എവിടെയാ തിലകസ്ഥാനം? തിലകസ്ഥാനം ഇവിടെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവോ? പിന്നെ ഇത് ശംഖുപുഷ്പം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എനിക്കറിയാം. ഞാനാണെങ്കിൽ 19 കളരിക്ക് അധിപനല്ലായിരുന്നു. സാധാരണ 18 കളരിയല്ലേ? ഞാൻ കളരി പഠിക്കാൻ പോയത് ഓണത്തിന്. അന്ന് ഓഫർ ഉണ്ടായിരുന്നു. 1.5 എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാ. ദൈവമേ, ഞാൻ അമ്പലത്തിൽ പോയി എന്തിനാണെന്നറിയാവോ? എന്തിനായിരുന്നു? നിങ്ങൾ ഇനി ഒരു 100 വർഷം സന്തോഷമായിട്ട് ജീവിക്കണം. എന്നെ മടക്കി അലമാരിക്കകത്ത് വെക്കാനാണ് 100 വർഷം കൂടെ ജീവിച്ചിട്ട്. എടി പ്രായമായി വരുമില്ല, ഞാൻ ചൊക്കി ചൊങ്ങി. ഇനി എന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നത്? എന്റെ ദൈവമേ, നിങ്ങൾ പ്രായമായി വന്നാലും ഞാൻ വേറെ ഭാര്യയല്ലേ? അതിനുള്ള കടമ ഞാൻ ചെയ്യണ്ടേ? അതിനാണ് ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചത്. ആണോ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് പോകുന്ന കാര്യത്തിന് ഇവിടെ ഭർത്താവിന്റെ കാര്യം നോക്കിയിട്ട് വേണമായിരുന്നു പോകാൻ. രാവിലെ ഉണ്ടാക്കി ഒന്നും വെക്കാതെ ചാടിക്കറിഞ്ഞാണ് അമ്പലത്തിലോട് പോയത്. നിങ്ങൾക്ക് കൈയും കാലം ഒന്നും തളർന്ന് കിടപ്പില്ലല്ലോ. നിങ്ങൾക്ക് ഇച്ചിരി അരി എടുത്ത് അടുപ്പിലിട്ട് ചോറ് വെച്ചാൽ എന്തായിരുന്നു കുഴപ്പം? ആണുങ്ങളുടെ മേളിൽ പെണ്ണുങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. അത് എന്നോടല്ല, അവരോട് പറ. അവരാ ഉയർത്തി വെച്ചേക്കുന്ന ശബ്ദം. ആണോ? എന്റെ പൊന്നു മനുഷ്യ, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. എന്താ? ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ സുമതിയെ കണ്ടപ്പോൾ അവള് പഴനിക്ക് പോകുന്നുണ്ടെന്ന്. അപ്പൊ ഞാനും അവിടെ കൂടെ പേര് കൊടുത്തിട്ടുണ്ട്, പഴനിക്ക് പോകാൻ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് 1008 പടി കയറി മുരുകനെ കാണണമെന്ന്. 1008 പടി കയറി മുരുകനെ കാണണമെന്ന്. അരയിഞ്ച് ചെരുപ്പിന്റെ പുറത്ത് വിളി കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ അട്ടക്കട്ട പിടിക്കണം. അന്നേരം ആ പടി കയറാൻ പോകുന്നത് നീ. കഴിക്കാൻ എന്തിനും വെക്കടി പോയെന്ന്? കഴിക്കാൻ ഇവിടെ അരിപ്പൊടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കി തരാം. പുട്ട് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ എന്തോ ഉണ്ടാക്കണം? എനിക്ക് ഇടിയപ്പം വേണം. പിന്നെ അതെനിക്ക് ഞെക്കിപ്പിച്ച് ചാടിക്കാൻ എന്നെ കൊണ്ടങ്ങ് വയ്യ. ഇപ്പൊ നീ ഞെക്കിപ്പിച്ച് എന്നെ ചാടിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഞെക്കിയാൽ മതി. അതുപോലെ ചാടും അത്. എന്തോ പറയാനാന്ന് പറയാം. എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് തർക്കുത്തരം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് വീടും എന്റെ തറവാട് വരെ ഒന്ന് പോകണം. അതെന്തിനാ? അച്ഛൻ കിടപ്പില്ല, കൂടെ കിടക്കാനാണ് പോകണ്ടേ? അതല്ലെന്ന്, അച്ഛന്റെ അവിടെ ഇവിടെയൊക്കെ വേദനയാന്ന്. അവിടെ ഇവിടെ വേദന എല്ലാവരും പിടിച്ച് ഒരിടത്താക്കി വെക്കടി. അപ്പൊ ഒരിടത്തെ വേദന സഹിച്ചാൽ പോരാ എന്റെ അച്ഛനെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ അച്ഛന്റെ മെക്കോട്ട് കയറുന്ന എന്തിനാ മനുഷ്യ? മെക്കോട്ട് കയറുപടി. എന്റെ അച്ഛൻ എന്താ ഒരു കുറവ്? മുടിയുടെ കുറവുണ്ട് തലയില്. മുടി പോയെങ്കിൽ സഹിച്ച് ഞാൻ അങ്ങനെ മുടി അങ്ങ് വെച്ച് പിടിപ്പിച്ചോളാം. എന്റെ അച്ഛൻ എത്ര വയസ്സായി? എന്റെ അച്ഛന് 92 വയസ്സായി. എന്റെ തെങ്ങ് പിടിപ്പിക്കേണ്ട പ്രായമായി. അന്നേരം ഉച്ച മുടി പിടിപ്പിക്കാൻ പോകുന്നത് വാങ്ങിക്കും കേട്ടോ. എന്റെ പൊന്നു മനുഷ്യൻ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ എന്റെ അടുത്ത് എന്റെ മെക്കട്ട് കയറുന്ന എന്തിനാ? മെക്കട്ട് കയറുന്ന അടിച്ചിട്ട് ചെവിട്ടിയാൻ പറയും. ഒന്ന് അടിച്ചാൽ നിങ്ങൾ അടിച്ചാൽ ഞാനും അടിക്കും. ഞാൻ കളരി അടിക്കാൻ. നിങ്ങൾ കളരിയാണെങ്കിൽ ഞാൻ പഴയ കരോട്ടയാ. നീ എന്നെ അടിക്കും? അടിക്കും. അന്നാ നീ എന്നെ അടിക്കടി. അടിക്കടി നീ എന്നാ അടിക്കടി. അടിക്കല്ലേ? ഞാൻ തന്നെ അടിക്കാൻ. വേദനയ്ക്ക് ഭയങ്കര വേദന, ദേഹം മൊത്തം. അതുകൊണ്ട് അടിക്കരുത്. നീ ഇപ്പൊ എന്തും ഉണ്ടാക്കാൻ നോക്കിയേ കോട്ടാ. പിന്നെ നമ്മുടെ സുമതിയുടെ മോടെ കെട്ട. അപ്പൊ ഞാൻ ഗുരുവായൂർ പോകും, നിങ്ങൾ വരണ്ട. അന്ന് എന്നെ കൂടെ ഗുരുവായൂർ കൊണ്ട് എന്താ കുഴപ്പം? എന്തുവാ? കഴിഞ്ഞ മാസം ഗുരുവായൂർ തൊഴാൻ പോയിട്ട് എന്തുവായി? ഒരു പെങ്കൊച്ചിന്റെ കൈയും പിടിച്ച് നിങ്ങൾ ആ പഞ്ചായത്ത് മൊത്തം നടന്നില്ലേ? അയ്യോ, അതെ, എനിക്കത് അവസ്ഥ പറ്റി. ഞാൻ വിചാരിച്ചു നീ അഞ്ചില്ലേ ആ പെങ്കൊച്ചിന്റെ കയ്യെ കയറി പിടിച്ചത്. നിങ്ങളല്ലേ പറയുന്നത് എന്റെ കൈ പിടിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാവുമെന്ന്? അത് മനസ്സിലായി, അതുകൊണ്ടല്ലേ പിടിച്ചു നടന്ന ആ കൊച്ചിനെ. പപ്പടം പൊട്ടുന്ന പോലെ ശബ്ദം ഞാൻ കേട്ടല്ലോ. അത് പിന്നെ അറിയാതെ കൊണ്ടുപോയതാ അവരുടെ കയ്യെ. അത് മനസ്സിലായി. ഞാനിപ്പോ ഈ അടുത്ത ആലോചിക്കടി, 10 പിള്ളേരെ കിട്ടിയായിരുന്നെങ്കിലേ കളരി പഠിപ്പിക്കായിരുന്നു. ഒരു പയ്യനെ എങ്ങനെ വെച്ച് പഠിപ്പിക്കാൻ നോക്ക്. അതെന്താ? അതാകുമ്പോ ഒരുത്തന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കണ്ടാൽ മതിയല്ലോ. 10 എണ്ണം കൂടെ എന്റെ മുമ്പിലിട്ട് നിങ്ങളെ തല്ലിക്കൊല്ലുന്ന ഞാൻ തന്നെ കാണണ്ടേ? 10 പേര് റൗണ്ടിൽ അടിച്ചാലും ഞാൻ പിടിച്ചു നിൽക്കും. പിടിച്ചു നിൽക്കും കമ്പേ. എന്തിനുണ്ടാക്കി തിന്നാൻ അങ്ങോട്ട് പോയി? ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തെങ്കിലും പോയി ഉണ്ടാക്കി തരാം. നിങ്ങള് കുളിച്ച് വൃത്തിയായിട്ട് വാ തിന്നാ. ഞാൻ കുളിക്കാൻ, പക്ഷേ വൃത്തിയാവത്തില്ല. എന്താ? അവിടെ ഇവിടെ കൈ എത്തത്തില്ല എനിക്ക്. എന്നാലും കുളിക്കുന്ന മടിയാന്ന് പറയരുത്. ഇത് പറഞ്ഞാലും ഉണ്ടാക്കും. ഞാൻ പോയി ഉണ്ടാക്കിക്കോളാം. ഉണ്ടാക്കിക്കോളാം. എന്തായാലും പുറത്തോട്ട് പോകുന്നത്. എന്റെ പുറത്തോട്ട് എന്റെ പൊന്നു ദൈവമേ, ഇത് തന്നെ ആയിരിക്കണേ എന്റെ അച്ചാച്ചന്റെ അച്ചാമ്മേരും വീട്. രാവിലെ ചോദിച്ചു പറഞ്ഞ് നടന്ന് തളർന്ന്. അതെ, ഞങ്ങൾ ഒരുമിച്ച് താമസമായിരുന്നു. 10-30 വർഷം മുമ്പേ ഇവർ രണ്ടരും കൂടി ഇവർക്ക് പ്രൈവസി ഇല്ല, ഇവർക്ക് ഒറ്റയ്ക്ക് താമസിക്കണം, സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതാ. നാളെ ആണെങ്കിൽ ഞാൻ ഗൾഫിൽ പോകുന്നുണ്ട്. അച്ഛൻ ഒരേ നിർബന്ധം, അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹം വാങ്ങണമെന്ന്. അങ്ങനെ വന്നതാ. അന്വേഷിച്ചിടന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് ഇതായിരിക്കും. ഹലോ, ആരാ പഠിക്കല്?
ഞാനാ പഠിക്കലേ. പെട്ടെന്ന് പാടി. നമ്മുടെ പഠിക്കല് നാനാ പടക്കർ വന്നിരിക്കുന്നത്. വാ, ഞാനാ പടേക്കറോ? നാനാ പടക്കറെ കടി. വാ, നാനാ പടക്കർ എന്ന് പറഞ്ഞു. ആരാ ഇത്? ഞാനാ അപ്പച്ച. ഞാനും പച്ചേ അവരുടെ നായകൻ അടിക്കാറുണ്ട്. ഞാൻ പച്ചാന്നല്ലേ പറഞ്ഞത്. ഞാനാ അപ്പച്ചാന്നാ പറഞ്ഞേ. പച്ചാന്ന് പറഞ്ഞ ആരടി ഇത്? കേട്ടിട്ടില്ല അങ്ങോട്ട്. എന്നെ മനസ്സിലായില്ലേ? സദാശിവൻ എന്ന് പറഞ്ഞൊരു മകനില്ലേ നിങ്ങൾക്ക്? ആ ഉണ്ട്. അയാളുടെ മൂത്ത മോനാ ഞാൻ, വിനുക്കുട്ടായി. മനസ്സിലാവുന്നില്ല എനിക്ക്. മൂക്കിനകത്തോട്ട് നോക്കി എങ്ങനെ മനസ്സിലാവും? മുഖത്തോട്ട് നോക്ക്. ബന്ധം പുതുക്കാൻ വന്നേക്കാ കൊച്ചുമോനെ. അവള് പറഞ്ഞു വിട്ടായിരിക്കും അല്ലയോടാ? അച്ഛാമ്മ അങ്ങനെയൊക്കെ പറയുന്നത്. എന്തോന്ന് എനിക്കറിയാടാ. അവള് പറഞ്ഞു വിട്ടാതിന് ഞങ്ങൾ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്ന നിനക്ക് പിടിക്കുന്നില്ല അല്ലേ? അവക്കും പിടിക്കുന്നില്ല. എന്റെ പൊന്നപ്പച്ച, എന്തിനാ ഇത്രയും പിണക്കം? എന്തിനാ ഇങ്ങനെ പിണങ്ങി താമസിക്കുന്നത്? എന്തിനാണ് പിണങ്ങി താമസിക്കുന്ന പറഞ്ഞാ, അതായത് നിന്റെ അമ്മ എന്റെ മോന്റെ ഭാര്യ, അവളും ഇവളും തമ്മിൽ ചേരത്തില്ല. അതുകൊണ്ടാ. എടി എന്റെ മോനുണ്ടല്ലോ, നിന്റെ അമ്മയെ കെട്ടിക്കൊണ്ട് വന്ന കാലത്ത് രണ്ടാമത്തെ ദിവസം എന്റെ നൈറ്റി എടുത്ത് അവള് കിണറ്റിലിട്ട്. ഒരു നൈറ്റിയൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടാനാണോ ഇത്രയും പിണക്കം അച്ചാച്ചാ? ആ നൈറ്റിക്കകത്ത് ഇവളുണ്ടായിരുന്നു. ഇത് കൊള്ളാം. കുടിവെള്ളം മുടങ്ങിയത്. അന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ഒന്ന് താമസിക്കാൻ വന്നതാ. ഇല്ലടി? അതെ അതെ. ശല്യം ചെയ്യാൻ വന്നേക്കോ കൊച്ചുമോനാന്ന് പറഞ്ഞോണ്ട്. അനുഗ്രഹം വേണം. എന്നത്തിന് അനുഗ്രഹിക്കണമെന്ന്? അപ്പച്ചാ, ഞാനൊരു പെണ്ണിനെ പോയി കണ്ടായിരുന്നു. ആ പെണ്ണിനാണെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്യണ ഒരാളെ മതി. അതുകൊണ്ട് ഞാൻ നാളെ ഗൾഫിൽ പോകും. അതിനെന്നെ അനുഗ്രഹിക്കണമെന്നാ ഞാൻ പറഞ്ഞു. ആ പെണ്ണിന് ചെറുക്കനല്ല ആവശ്യം, ഈന്തപ്പഴം നിന്നല്ല താല്പര്യം. ചുമ്മാ പോ അപ്പച്ചാ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്ന് അനുഗ്രഹിച്ച് നിങ്ങളെ ഞാൻ നല്ല രീതിയിൽ നോക്കിക്കോളാം. നല്ല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ നീ എന്നാടാ കൊച്ചാ ഗൾഫിൽ പോകുന്നത്? നാളെ പോകും അച്ചാമ്മേ. അങ്ങനെയാണെങ്കിൽ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകാം. എന്തിനടി? ഈ മനുഷ്യനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകത്തില്ലെന്ന്. എന്താ അപ്പച്ച ഇങ്ങനെയൊക്കെ? ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ അവിടെ പോയി എല്ലാ കാര്യത്തിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അച്ചാമ്മേ ഞാൻ എവിടെ വേണോ കൊണ്ടുവന്ന് എല്ലാ സ്ഥലവും കാണിക്കും. ഭയങ്കര സ്നേഹമുള്ള നീ ഗൾഫിൽ പോയിട്ട് കാശ കൊണ്ടാക്കി കഴിഞ്ഞിട്ടേ ഒരു ബ്ലിങ്കാവ് പണിയണം. ബ്ലിങ്കാവ്? മറ്റേ വലിയ കെട്ടിടം ഇല്ലയോ? ബംഗാവ്? അത് ഞാൻ പണി. അച്ഛൻ നിങ്ങൾ രണ്ടുപേരെ ഞാൻ അവിടെ കൊണ്ടുപോകാം. ഞങ്ങൾ രണ്ടുപേരെ അവിടെ കൊണ്ട് താമസിപ്പിക്കണം. നിങ്ങൾക്ക് മുറി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു ഭിത്തി പോലെ. ഭിത്തി താമസിക്കാൻ ഞങ്ങൾ പല്ലി തന്നു. ആഹാ, കൊള്ളാം. അച്ഛൻ ഞാൻ പോയിട്ട് വരുമ്പോൾ വർഷങ്ങൾ എടുക്കത്തില്ലേ? വർഷങ്ങൾ എടുക്കുമ്പോ നിങ്ങൾ പടമാവും. അപ്പൊ പിന്നെ രണ്ട് ആണിയിൽ തൂക്കാനല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനുണ്ട്. നമ്മളെ കൊല്ലാൻ പറഞ്ഞു വിട്ടേക്കാ വായിക്കരിയുടെ. അവള് പറഞ്ഞു വിട്ടാലോടാ അരിയുമായിട്ട്. ചുമ്മാ ഞാൻ വന്നപ്പോ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയത്. ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും കയറി പിടിക്കല. ഞങ്ങൾ അങ്ങ് ചാവുന്ന എന്റെ പ്രതീക്ഷ. നിങ്ങൾ ചുമ്മാ എന്താ നെഗറ്റീവ് പറഞ്ഞിട്ട് മാറി താമസിച്ച ഒരുമാതിരി. കാര്യം ഞാൻ പറയാം. ഇവൻ ഗൾഫിൽ പോകാൻ പോവാ. നിങ്ങളുടെ സകല കഴിവ് ഉപയോഗിച്ച് ഇവന്റെ ഗൾഫിൽ പോക്ക് മുടക്കണം. അച്ഛാ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. എന്താ? എനിക്ക് അനുഗ്രഹം തന്നെ ഞാൻ അങ്ങ് പോകും. ഇല്ല, ഞങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞാൽ നീ അങ്ങനെ ഗൾഫിൽ പോകണ്ട. ഇല്ലേ? അതെ. നീ എങ്ങനെയാ ഗൾഫിൽ പോകുന്നത്? ഞാൻ ഗൾഫിൽ ഫ്ലൈറ്റിലാ പോകുന്നത്. ഫ്ലൈറ്റിലോ? ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അപകടമാ. ചുമ്മാ പോയിരുന്നു. അതൊക്കെ പണ്ടാ. ഇപ്പൊ അതിനുള്ള ആധുനിക സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. ഫ്ലൈറ്റ് ഒക്കെ പൊട്ടിത്തെറിക്കുന്ന സാധനമാ. പൊട്ടിത്തെറിക്കൂ? പിന്നെ പണ്ട് ഞാൻ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ഹെലികോപ്റ്റർ ഇതിനകത്ത് പിടിക്കും പോകുന്ന സമയത്ത് ഈ ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കും. ആണോ? പിന്നെ നീ പോകുന്ന ഫ്ലൈറ്റ് മിക്കവാറും പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ചുമ്മാ അത് പറയല്ലേ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇരിക്കുന്ന ഭാഗം പൊട്ടത്തില്ല, അപ്പൊ ബാക്കി ഭാഗം പൊട്ടിത്തെറിച്ചു പോകും. അപ്പൊ വീഴത്തില്ലേ? അവിടെ ബുദ്ധി പ്രയോഗിക്കേണ്ടത്. എന്ത് ബുദ്ധി? നീ അവിടുന്ന് താഴോട്ട് കടലിലോട്ട് ചാടണം. നീ കടലിൽ ചാടാനാ? കടലിലോട്ട് ചാടണം. കടലിൽ ചാടാൻ എനിക്ക് നീന്താ അറിയത്തില്ല. നീ കടലിൽ വെള്ളത്തിൽ പോകത്തില്ലല്ലോ. പിന്നെ വെള്ളത്തിൽ പോകാൻ ചെയ്യും? അതിന് മുമ്പ് നിന്റെ പുറത്തൊരു സാധനം മുഴച്ചു വരും. പരുവാണോ? പിന്നെ പാരഷൂട്ട്. പാരച്ചൂട്ടിൽ ഞാൻ ഇങ്ങോട്ട് വന്നാണ്. പാരച്ചൂട്ട് ഇങ്ങനെ നിന്നെ അങ്ങോട്ട് പറത്തി പോകും. നിനക്ക് പാരച്ചൂട്ട് നിയന്ത്രിക്കാൻ അറിയാമോ? പാരച്ചൂട്ട് എനിക്ക് നിയന്ത്രിക്കാൻ അറിയത്തില്ല. നിയന്ത്രിക്കാൻ അറിയാതെ വരുമ്പോഴാണ് ഏറ്റവും വലിയ കുഴപ്പം ഉണ്ടാവുന്നത്. എന്താ അറിയാമോ? അതിങ്ങനെ പറഞ്ഞ് ആമസോൺ വനാന്തരങ്ങൾ നിന്നെ കൊണ്ട് ചെല്ലും. ആമസോൺ വനാന്തരങ്ങളിലോ? അവിടെ ചെല്ലുമ്പോ ഒരു ദിനോസർ പൊങ്ങി വരും നിന്നെ കണ്ടോണ്ട്. ദിനോസറോ? അയ്യോ, ആ ദിനോസർ വരുമ്പോ ആ കുഞ്ഞുങ്ങളും കാണും കൂടെ. അപ്പൊ ആ ദിനോസർ നിന്നെ വിടുങ്ങാൻ വേണ്ടി വാ തുറക്കും. റൂം വന്നുകൊണ്ട് കയറി താമസിക്കരുത്. ആ ദിനോസർ നിന്നെ കയറി കഴിച്ചു പറിക്കും. എന്നിട്ട് കുപ്പി തുടയും. അങ്ങനെ നിന്നെ കുടഞ്ഞു ഇല്ലാതാക്കി വെക്കൂല്ലേ? ഇല്ലാതാക്കത്തിന്നെ. അങ്ങനെ ഒത്ത് ഉടക്കിയിട്ട് പേടിച്ച് ദൂരെ നിൽക്കുക. എന്തോ ഇത്? ഇതിലെ പേടി കാരണം ഏതാണ്ട് ആയി തീർന്നതാ കേട്ടോ. സിനിമനെ ഞാൻ ബിനുമോനല്ല, ഞാൻ ദിനോസറാണ്. ഞാൻ നിങ്ങളെ ഇപ്പൊ കടിച്ചു തിന്നും. എന്നെ കടിച്ചു തിന്നു. തമാശ ദൈവമേ, എന്നെ കടിച്ചടി. 18 കളരി ക്യാഷാനല്ലായിരുന്നോ? എന്നിട്ട് എന്തായിരുന്നു തടയാഞ്ഞത്? പൂലോകത്താരന്റെ ദിനോസറമായിട്ട് കളരിപ്പറ്റി നടത്തിയിട്ടുണ്ടോ പൊട്ടി?